അപ്പൊ നമ്മിപ്പോ എവിടെയാണുള്ളത് അഭിലാഷ്? പനമ്പള്ളി നഗറില് പുതിയ സീ ഫുഡ് റെസ്റ്റോറന്റ് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് മഹാരാജ പനമ്പള്ളി നഗർ. അപ്പൊ എന്തായാലും നമ്മൾ കേട്ടത് അവിടുത്തെ സീ ഫുഡ് ഐറ്റം കിടലിനാണെന്നാണ്. നമ്മൾ ട്രൈ ഔട്ട് ചെയ്യാൻ വന്നേക്കാണ്. അതെ, ഇവിടുത്തെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാർ പാർക്കിംഗ് അവൈലബിൾ ആണ്. പനമ്പള്ളി പോലെയുള്ള സ്ഥലത്ത് യൂഷ്വലി കാർ പാർക്കിംഗ് അവൈലബിൾ ആകാറില്ല. അപ്പോൾ ഇവിടത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കാറൊക്കെ പാർക്ക് ചെയ്ത് സമാധാനമായിട്ട് പോയിരുന്നിട്ട് കഴിക്കും. ട്വിൻസ് വ്ലോഗ് ബൈ അബി ഗ്രീഷ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പോയിട്ടപ്പോ കഴിച്ചു നോക്കിയിട്ടും വരാം. നമ്മളിപ്പോൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് അവിടെയുള്ള ഒരു സീ ഫുഡ് ഐറ്റംസ് ഫുള്ള് അവർ ഒരു ഓപ്പൺ കിച്ചണിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. പക്ഷെ നമ്മൾ ഇത്തിരി നേരത്തെ ചെന്നതുകൊണ്ട് ഇതെല്ലാം അവർ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്യണതും കൂടെ നമുക്ക് കാണാൻ പറ്റി. ഫിഷ് എല്ലാം മസാല തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യാനുസരണം അവരതെല്ലാം ഫ്രൈ ചെയ്ത് തരും. പിന്നെ വന്നത് ഓരോരുത്തർ ഓരോ ഉരുളയായിട്ട് കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്യുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഓരോരോ കറികൾ, മീൻകറി, തലക്കറി, ഞണ്ട് റോസ്റ്റ്, അതുപോലെ ചാള പീര ഒതുക്കിയത്, കൂന്തൽ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല കിടു ഐറ്റംസ് ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ കണ്ട വേറൊരു പ്രത്യേകതയാണ്, അവിടെ അവർ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. അതും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് അവരുടെ കിച്ചണൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ 2 ഊണാണ് മേടിച്ചത്. ഊണിന് അത്യാവശ്യം കറികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല മട്ടരി ചോറും. അപ്പോൾ ചോറിൻ്റെ ഒപ്പം ചാറായിട്ട് വരുന്നത് സാമ്പാറും മീൻകറിയും പുളിശ്ശേരിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ പറഞ്ഞതാണ് ഒരു കേരക്കറിയും ചെമ്മീനും പിന്നെ അതുപോലെ തന്നെ കൂന്തൽ റോസ്റ്റും ഒരു ചാള ഫ്രൈയുമാണ് നമ്മൾ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കേര മുളകിട്ടത് അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ചെമ്മീൻ റോസ്റ്റും കൂന്തൽ റോസ്റ്റും ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരുന്നു. കുഞ്ഞൂസ് ആണെങ്കിലും അവരും ആസ്വദിച്ച് തന്നെ കഴിക്കാമായിരുന്നു കേട്ടോ. കറികളൊക്കെ ആണെങ്കിലും ആവശ്യത്തിലധികം ക്വാണ്ടിറ്റിയിലായിരുന്നു കേട്ടോ. അതും നല്ല ടേസ്റ്റിൽ. അപ്പോൾ നമുക്കൊരു സീ ഫുഡൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ ഫാമിലി ആയിട്ടൊക്കെ ആണെങ്കിലും ഫ്രണ്ട്സൊക്കെ ആയിട്ടാണെങ്കിലും ഒന്നും ചിന്തിക്കാതെ നമുക്ക് പോകാൻ പറ്റിയ ഒരു കിടിലൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഉച്ചയ്ക്കാണ് കേട്ടോ പോയത്. ഇതൊന്നും അല്ല അവിടുത്തെ മെനു. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഈവനിങ് നിങ്ങൾക്ക് അപ്പം, പുട്ട്, അതുപോലെ തന്നെ ഡക്ക് റോസ്റ്റ്, അങ്ങനെ കുറേ ഐറ്റംസ് വൈകിട്ടും ഉണ്ട്. നിങ്ങൾക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ബോർഡിൽ ടുഡേ സ്പെഷ്യലിൽ അവിടുത്തെ ഇന്നത്തെ സ്പെഷ്യൽ മെനു ഫുള്ള് എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പനമ്പള്ളി നഗറിലുള്ളവർക്കാണെങ്കിലും അതുപോലെ നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പാലം ഓവർ ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ മഹാരാജാസ് റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഞങ്ങൾ മേടിച്ച സാധനങ്ങൾ, ഫുഡ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇനി ടേസ്റ്റ് കടയിൽ പോകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡ്രോബാക്ക് ഉണ്ടാവും. ടു ബി ഫ്രാങ്ക് ഇവിടെ നമുക്ക് ഡ്രോബാക്ക് ആയിട്ട് ഒന്നും തോന്നിയില്ല. ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും ഹൈജീൻ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പ്രൈസ് ആണെന്നുണ്ടെങ്കിലും ക്വാണ്ടിറ്റി ആണെങ്കിലും എല്ലാം പക്ക, ഒന്നും പറയാനില്ല. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും കിട്ടുന്ന റേറ്റ്സ് തന്നെയാണ്. റേറ്റ്സ് കുറവോ കൂടുതലൊന്നുമില്ല. ബേസിക് ആയിട്ട് എല്ലാ സ്ഥലത്തും എന്തൊക്കെ റേറ്റ് ഉണ്ടാവോ അത് ആ റേറ്റ് തന്നെയാണ്. ടേസ്റ്റി ഒന്നും പറയാനില്ല. കിഡിലെന്ന് പറഞ്ഞാൽ കിഡിലൻ സീ ഫുഡ് മീൽസ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരെ മഹാരാജ് കിച്ചൺ ഓപ്പൺ കിച്ചൺ മോഡാണ്. നമുക്ക് കാണാം അവിടെയുള്ള എന്തൊക്കെ കറികളാണ്, എന്തൊക്കെ സാധനം, എന്തൊക്കെ ഫിഷസ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് കണ്ടിട്ട് നമുക്ക് പറയാം ഇന്നത് വേണം എന്നുള്ളത്. പിന്നെ അടുത്ത പോസിറ്റീവ് സർവീസ്. അവിടുത്തെ ചേച്ചിമാരാണ് മെജോറിറ്റി സർവീസിനുള്ളത്. ചേച്ചിമാര് ഓടി നടന്ന് കൊണ്ടിടക്കണ്ട, അടിപൊളിയായിട്ട് കൊണ്ടിടക്കണ്ട, ഇടക്കിടക്ക് വന്നിട്ട് എന്തൊക്കെ വേണം, ചോറ് വേണം, കറി വേണം, ആവശ്യമുള്ള നമ്മുടെ കുഞ്ഞൂസിനാണെങ്കിലും സെപ്പറേറ്റ് പ്ലേറ്റ് കൊണ്ടുവന്ന അവർക്ക് ചോറിട്ട് അവർക്ക് ചോറ് ഇനി വേണമെന്നൊക്കെ ചോദിച്ചാൽ അവര് വേണ്ടാന്ന് പറഞ്ഞിട്ട് ചേച്ചിമാര് കൊണ്ടുവന്ന് അത് കൊടുക്കണം ഇത് കൊടുക്കണം, പപ്പടം വേണമെന്ന് ചോദിക്കണം. അവരാണെങ്കിലും ഭയങ്കരമായിട്ട് നമ്മളെ കെയർ ചെയ്തൊക്കെയാണ്. മൊത്തത്തില് കിഡിലൻ ആംബിയൻസ്, കിഡിലൻ സർവീസ്, കിഡിലൻ ഫുഡ്. ഉച്ചക്ക് നല്ല മീൻകറി കഴിക്കണം അല്ലെങ്കിൽ നല്ല സീ ഫുഡ് കഴിക്കണം തോന്നണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് നല്ല കുത്തിരി ചോറ്, ചൂട് കുത്തിരി ചോറ് തന്നെയല്ലേ. അതെ, പായസമൊക്കെ ഉണ്ട്. പിന്നെ നമ്മള് ഓൾറെഡി ലൈമൊക്കെ മേടിച്ചോണ്ട് പിന്നെ ഇത്രയും സീ ഫുഡ് ഐറ്റംസ് മേടിച്ചോണ്ട് നമ്മള് പായസം വേണ്ടാന്ന് പറഞ്ഞു. നമ്മ ഫുഡ് എന്തൊക്കെ കൺട്രോൾഡാന്ന് പറഞ്ഞാലും ചിലപ്പോ നല്ല ഫുഡാണെന്നുണ്ടെങ്കിൽ കുറെ കഴിച്ചു പോകില്ലേ, ആ ഒരു അവസ്ഥയാണ്. പെട്ടിരിക്കാനാണ് ഇപ്പൊ പക്ഷെ പെട്ടെങ്കിലും നമ്മുടെ വയറ് നിറഞ്ഞ അതേപോലെ നമ്മുടെ മനസ്സ് നിറഞ്ഞ അത്രയും നല്ല ഫുഡ്. വാല്യൂ ഫോർ മണി എന്നൊക്കെ പറയില്ലേ, നമ്മ കൊടുക്കണ പൈസക്ക് ഏറ്റവും കിഡിലൻ സർവീസും കിഡിലൻ ഫുഡും കിഡിലൻ ക്വാളിറ്റി. വെളിച്ചെണ്ണയൊക്കെ ലിറ്ററിന് എത്തരുമെന്ന് അറിയാലോ. ഉണ്ട് ഇപ്പൊ അവിടെ വെളിച്ചെണ്ണ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർ ഫ്രൈ ചെയ്യണതെല്ലാം വെളിച്ചെണ്ണയിലാണ്. അപ്പൊ കൊച്ചി സീ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരെ പനമ്പള്ളിയിലുള്ള മഹാരാജ റെസ്റ്റോറന്റിലേക്ക് വന്നു. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കഴിക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുക. ബൈ.